Hi everyone, welcome back. This is Marita. Today we are going to discuss two idioms regarding health. Necessity is the mother of invention. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. എല്ലാ ആവശ്യങ്ങളും സൃഷ്ടിയായി പരിണമിക്കാറില്ല. എല്ലാ സൃഷ്ടികളും ആവശ്യം ഒന്നുകൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടവയുമല്ല. എന്നാൽ യാദൃശ്ചികമായി സംഭവിച്ച ഇൻവെൻഷൻസ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. Once there lived a mechanic in New York whose name was Walter Hunt. അദ്ദേഹം സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലൂടെ കടന്നുപോയിരുന്നൊരു കാലം. He had borrowed some money from his friend. അത് തിരികെ കൊടുക്കേണ്ട ഒരു സമയം വന്നു. Unfortunately, he had no penny in his pocket. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം പട്ടിണിയിലുമായിരുന്നു. വളരെ ചിന്താകുലനായി അദ്ദേഹം തൻ്റെ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. അവിടെ അലക്ഷ്യമായി താഴെ കിടന്നിരുന്ന ഒരു ബ്രാസ് കമ്പിയെടുത്ത് വിരലിൽ ചുറ്റി ഒരു പ്രത്യേകമായ രീതിയിൽ വളച്ചു വെച്ചപ്പോൾ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം ലഭിച്ച ഒരു ഇൻവെൻഷനാണ് അവിടെ സംഭവിച്ചത്. ഗ്രീസ് ആൻഡ് കമ്പനി ഡ്രസ് പിൻ എന്ന പേരിൽ പേറ്റന്റ് നേടി വളരെ വലിയൊരു ഫോർച്യൂൺ സ്വന്തമാക്കിയപ്പോൾ ആ വിദ്യ കൈമാറിയതിന് അദ്ദേഹത്തിന് ലഭിച്ചത് വെറും $400 മാത്രമായിരുന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്നിൻ്റെ കഥയാണിപ്പോൾ കേട്ടത്. പിൽക്കാലത്ത് അദ്ദേഹം ചെയ്ത ഓരോ ഇൻവെൻഷൻസും ഇതുപോലെ പലരും കൈവശമാക്കുകയും വലിയ ഫോർച്യൂൺ സ്വന്തമാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചതാകട്ടെ വളരെ തുച്ഛമായ തുകയായിരുന്നു. Though he was one of the rare genius of his time, his business skill was poor. നമ്മളിൽ ഓരോരുത്തരിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രതിഭയുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തി വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തിടത്തോളം മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന ഉപയോഗശൂന്യമായ നിധിക്ക് തുല്യമാണത്. We must have a God. We need to hard work persistently to achieve it. Use it properly. Go and inspire the world genius. Without any further ado, let's get right into the video. Today we are going to see two idioms here. First one, under the weather. Under the weather എന്നുള്ള ഐഡിയത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ to be ill or in a low spirit or having hangover. ഒരു അസുഖമുള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരു ഉഷാറില്ലാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഈ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Let's see this idiom in sentence. First one, I didn't go to work today as I was feeling a bit under the weather. എനിക്ക് ഇന്ന് സുഖം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ അസുഖം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വർക്കിന് പോയില്ല. Let's see another one. I couldn't sleep well yesterday and now I feel under the weather. ഇവിടെ അസുഖമാണെന്നല്ല, ഇന്നലെ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയാതിരുന്നതിനാൽ ഇന്നൊരു ഉഷാറ് തോന്നുന്നില്ല, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഇഡിയത്തിൻ്റെ ഒറിജിൻ എന്താണെന്ന് നോക്കാം. ദിസ് ഇഡിയം ഹാസ് എ നോട്ടിക്കൽ ഒറിജിൻ. ഈ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പാസഞ്ചേഴ്സ് ആൻഡ് സെയിലേഴ്സ് ദേ ഓഫൻ ഗെറ്റ് സിക്ക് ഡ്യൂറിങ് സ്റ്റോംസ് ആൻഡ് വെതർ. അങ്ങനെ അവർ സീസിക്കാവുമ്പോൾ ദേ വുഡ് ബി സെൻഡ് ബിലോ ദ ഡെക്ക്. ഈ ഷിപ്പിൻ്റെ ബോട്ടം പാർട്ടിലോട്ട് അവരെ പറഞ്ഞേക്കും. കാരണം നമുക്കറിയാം ഈ ഷിപ്പിനൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ഒരു റോക്കിംഗ് എഫക്റ്റ് ഉണ്ട്. ആ റോക്കിംഗ് എഫക്റ്റ് ഈ ഷിപ്പിൻ്റെ ബോട്ടം പ്ലേസിൽ കുറവായിരിക്കും. അപ്പോൾ ഫീലിംഗ് അതത്ര നോട്ടീസബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അണ്ടർ ദ ഡെക്ക്, എവേ ഫ്രം ദ വെതർ, ഈ രണ്ട് ഐഡിയയിൽ നിന്നാണ് അണ്ടർ ദ വെതർ എന്ന ഇഡിയം രൂപം കൊള്ളുന്നത്. ദ സെക്കൻഡ് ഇഡിയം വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫിറ്റ് ആസ് എ ഫിഡിൽ. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ മെൻഷൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഇഡിയം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, sometimes all that we need a refreshing vacation to feel fit as a fiddle. ചില സമയത്ത് നമുക്കൊരു റിഫ്രഷിങ് വെക്കേഷൻ മതി നമുക്ക് ഹെൽത്തി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട്. സെക്കൻഡ് വൺ, മൈ ഗ്രാൻഡ് മദർ ഈസ് 80 years old ബട്ട് ഷീ ഈസ് ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ. എൻ്റെ ഗ്രാൻഡ് മദർ 80 years old ആണെങ്കിലും ഇപ്പോഴും അവർ വളരെ ഹെൽത്തിയാണ് അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഫിഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഫിഡിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൊളോക്കിയൽ ടേം ഫോർ വയലിൻ. വയലിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ആ സ്ട്രിങ്സൊക്കെ ഒരു ഗുഡ് കണ്ടീഷനിൽ ഇരുന്നാൽ മാത്രമേ അതിൽ നിന്ന് നല്ല കേൾക്കാൻ സുഖമുള്ള ഒരു സംഗീതം വരുള്ളൂ, അല്ലേ? ആ ഒരു ഐഡിയയിൽ നിന്നാണ് ഫിസിക്കലി ഫിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഇഡിയം ഉപയോഗിക്കുന്നത്. ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് two idioms, under the weather and fit as a fiddle. I hope you found this video useful. Thanks for watching. Stay tuned. Take care. Bye.